ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് ഇൻവേഴ്സ് എഫ് ഇ ജി, അതായത് IFEG എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യാം, അത് വെച്ചിട്ട് എങ്ങനെ മാർക്കറ്റിലെ ഹൈ ടൈം ഫ്രെയിം ഡയറക്ഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോണത്. ഇന്നത്തെ വീഡിയോ കൂടെ ഈസി ആയിട്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഇൻവേഴ്സ് എഫ് ഇ ജി? അതാണ് നമ്മുടെ വീഡിയോന്റെ ടോപ്പിക്. ഓക്കെ നമുക്ക് ജസ്റ്റ് എന്താണ് ജസ്റ്റ് ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ടൊന്നും പറയുന്നില്ല. ഒരു നോർമലി ഒരു ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് മനസ്സിലാക്കാം. ഓക്കെ ഇത് എന്താ? ഇത് സാധാരണ ഒരു എഫ് ഇ ജി അല്ലേ, അതായത് ഒരു 3 കാൻഡിൽ ഫോർമേഷൻ. ഫസ്റ്റ് കാൻഡിലിന്റെ ഹൈയും തേർഡ് കാൻഡിലിന്റെ ലോയും തമ്മിൽ ടാപ്പ് ചെയ്തിട്ടില്ല, അപ്പൊ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പിന് പറയണതാണ് എഫ് ഇ ജി എന്ന് പറയുന്നത്. ഈ എഫ് ഇ ജി നോർമലി എങ്ങനെയാ വർക്ക് ആവുക? നമ്മൾ ആദ്യം ഈ ഒരു എഫ് ഇ ജിന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ്, എഫ് ഇ ജി ആദ്യം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എഫ് ഇ ജിന്റെ ഉള്ളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷനിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണോ ഒരു എഫ് ഇ ജിന്റെ നോർമലി നടക്കുന്നത്? അതായത് ഒരു എഫ് ഇ ജി മാർക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നോർമലി സംഭവിക്കേണ്ടത്. ബട്ട് ഇൻ സം കേസ് ഓഫ് സിനാരിയോ മാർക്കറ്റിൽ ഒരു ഡയറക്ഷനിൽ മാത്രം മാർക്കറ്റിൽ മൂവ്മെന്റ് സംഭവിക്കില്ല. മാർക്കറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടായിരിക്കും മൂവ്മെന്റ് സംഭവിക്കുക. അതായത് മാർക്കറ്റ് ഒരു ഹെവി ആയിട്ട് മാർക്കറ്റ് ഒരു പുഷ് സംഭവിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റിട്രേസ്മെന്റ് എങ്കിലും മാർക്കറ്റ് തന്നിട്ടുണ്ടാവണം. മാർക്കറ്റ് തന്നിട്ടുണ്ടാവണം എന്നല്ല, മാർക്കറ്റ് തരും. എല്ലാവരും മാർക്കറ്റിൽ ബൈ ചെയ്തുകൊണ്ടേ ഇരിക്കില്ലല്ലോ. മാർക്കറ്റിൽ അവിടെ നമ്മളൊരു സെല്ല് ചെയ്യണ്ട, അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെൽ പൊസിഷൻ മാർക്കറ്റിൽ വരില്ലേ, നടക്കില്ലേ? ആ ഒരു റിയാക്ഷൻ മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. അതായത് ഈ ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും മാർക്കറ്റിന്റെ ഈ ബിഗിനിങ് തൊട്ട് മാർക്കറ്റിൽ ആ സംഭവം ആ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു സൈഡിലേക്ക് മാത്രം മാർക്കറ്റ് റിയാക്ഷൻ ആവില്ല. ഇപ്പൊ ഓക്കെ അതൊക്കെ നമുക്ക് ഒരു പാർട്ടായിട്ട് നിർത്താം. നമുക്കിപ്പോ മെയിൻലി നോക്കേണ്ടത് മാർക്കറ്റ് ഈ ഒരു എഫ് ഇ ജിയിലോട്ട് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് അതിന്റെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ നമുക്ക് ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറഞ്ഞാൽ ഇതാണ് എഫ് ഇ ജിന്റെ കേസ്. ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു എഫ് ഇ ജിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യില്ല. റെസ്പെക്ട് ചെയ്യാണ്ട് ഡൗണിലോട്ട് പുഷ് ചെയ്യും. ഡൗണിലോട്ട് പുഷ് ചെയ്തിട്ട് അഗെയിൻ ഈ ഒരു എഫ് ഇ ജിന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഇതാണ് ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറയുന്നത്. അതായത് ഒരു നോർമൽ എഫ് ഇ ജിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാണ്ട് ഡൗണിലോട്ട് വരും. ഡൗണിലോട്ട് വന്നിട്ട് അഗെയിൻ ആ ഒരു എഫ് ഇ ജി ഈ ഒരു എഫ് ഇ ജി റെസ്പെക്ട് ചെയ്യാണ്ട് ഡൗണിലോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് പറയാ? അത് ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറയാം. ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്നത് എഫ് ഇ ജി എന്നല്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയനെ വിളിക്കുന്ന പേര് എഫ് ഇ ജി എന്നല്ല പറയാ. നമ്മൾ ഈ ഒരു ഏരിയനെ അപ്പം എന്ത് പറയും? ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറയും. ഈ ഒരു എഫ് ഇ ജി ഇൻവേഴ്സ് ആയി. ആൻഡ് ദെൻ മാർക്കറ്റ് അഗെയിൻ ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജി ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? നമ്മൾ ബൈ ആണോ കൊടുക്കുക? അല്ല, നമ്മളപ്പോ ഒരു സെൽ പൊസിഷൻ ആയിരിക്കും മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക. അപ്പൊ മാർക്കറ്റ് റിയാക്ഷൻ ഡൗണിലോട്ടായിരിക്കും കൂടുതലായിട്ട് വരിക. ഇങ്ങനെയാണ് ഇൻവേഴ്സ് എഫ് ഇ ജി വർക്ക് ചെയ്യുക. ഇത് ഞാൻ ഒരു ഡൗണിലോട്ടുള്ള എക്സാമ്പിൾ മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ബുള്ളിഷിലോട്ടുള്ള വ്യൂവും വരിക. ഓക്കെ ബുള്ളിഷിലോട്ടുള്ള വ്യൂ എങ്ങനെയായിരിക്കും നമുക്ക് വരിക? ബുള്ളിഷിലോട്ടുള്ള വ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് ഞാൻ മാർക്കറ്റിൽ കാണിച്ചു തരാം. ലൈവ് മാർക്കറ്റിൽ ആ സംഭവം കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ അടുത്തുള്ള GBP USD ആണ്. GBP USD അല്ല, GBP JPY ആണ്. ഈ ഒരു GBP JPY യിലെ ആ ഒരു അനാലിസിസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇൻവേഴ്സ് എഫ് ഇ ജി എങ്ങനെ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള, മാർക്കറ്റിൽ ഇൻവേഴ്സ് എഫ് ഇ ജി എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ നമ്മളടുത്തുള്ള 1 hour ടൈം ഫ്രെയിം ആണ്. 1 hour ടൈം ഫ്രെയിമിൽ ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കാണാൻ പറ്റും. നമുക്ക് ഇവിടെ തൊട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ ഇത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു എഫ് ഇ ജി അല്ലേ ഇത്? ഓക്കെ ഇത് ഒരു നോർമൽ എഫ് ഇ ജി അല്ലേ? അതായത് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈയും ഈ ഒരു ക്യാൻഡലിന്റെ ലോയും തമ്മിൽ ടാപ്പ് ചെയ്തിട്ടില്ല, ഓവർലാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ അടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിന് നമ്മൾ പറയുന്നവരാണ് എഫ് ഇ ജി എന്ന് പറയുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു എഫ് ഇ ജി അല്ലേ? ഇവിടെ നമുക്ക് മാർക്കറ്റിൽ നോർമലി എന്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്?
മാർക്കറ്റ് ആ ഒരു ഡയറക്ഷൻ ഒന്നും നോക്കണ്ട. മാർക്കറ്റിൽ എന്തായിരുന്നു ഇവിടെ സംഭവിക്കേണ്ടിയിരുന്നത്? മാർക്കറ്റ് ഈ ഒരു FEG വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മേലോട്ട് പുഷ് ചെയ്യണം. ഇങ്ങനെയല്ലേ നമുക്ക് സാധാരണ വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റ് ഈ ഒരു FEG-നെ ഇൻവേഴ്സ് ചെയ്ത് ഡൗണിലോട്ട് വന്ന് ക്ലോസ് ചെയ്തു. അതായത് ഡൗണിലോട്ട് വന്നിട്ട് ഈ ഒരു നോർമൽ ഒരു FEG-നെ റെസ്പെക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തു. ഡൗണിലോട്ട് പുഷ് ചെയ്തതിന് ശേഷം അഗെയിൻ ഈ ഒരു FEG ഡൗണിലോട്ട് പുഷ് ചെയ്തപ്പോൾ ഈ ഒരു FEG എന്തായി മാറി? ഇൻവേഴ്സ് FEG ആയി മാറി. ഈ ഒരു FEG-നെ റെസ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഈ ഒരു FEG ഇൻവേഴ്സ് FEG ആയി മാറി. അഗെയിൻ മാർക്കറ്റ് വന്ന് ഈ ഒരു ഇൻവേഴ്സ് FEG ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യും. നമ്മുടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈന്റെ മേലെ കൊണ്ടുവച്ചു, പ്രീവിയസ് ഹൈന്റെ മേലെ കൊണ്ടുവച്ചു. അതേപോലെ നമ്മുടെ ടാർഗറ്റ് 1:2 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ലിക്വിഡിറ്റി അങ്ങനത്തെ ഒരു മോഡൽ നമുക്ക് ടാർഗറ്റ് വെച്ചു. അങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിരിക്കുന്നത് നോക്കി, കണ്ടോ? ഈ ഒരു ഇൻവേഴ്സ് FEG എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ FEG പോലെ തന്നെ ഒരു മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് ഹൈ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ അനലൈസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹൈ ടൈം ഫ്രെയിമിലൊക്കെ ഇത് നല്ലോണം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻവേഴ്സ് FEG എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇവിടെ വേറൊരു അഗൈൻ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നോക്കി ഈ ഒരു സംഭവം നമുക്ക് എടുത്തു കളഞ്ഞാല് ഈ ഒരു വലിയൊരു FEG ഉണ്ടോ? അതായത് ഈ ഒരു വലിയ FEG, ഇത് ബുള്ളിഷ്, ഇത് നമ്മളിപ്പോ കണ്ടത് ബിയറിഷ് ലോട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോണത് ഒരു ബുള്ളിഷ് ലോട്ടുള്ള എക്സാമ്പിൾ നോക്കാൻ പോണത്. ഓക്കെ, നമ്മൾ ഒരു ബുള്ളിഷ് ലോട്ടുള്ള എക്സാമ്പിൾ നോക്കാം. നമുക്ക് ബുള്ളിഷ് ലോട്ടുള്ള എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു FEG ഉണ്ട്. അതായത് ഒരു ബിയറിഷ് FEG നമുക്ക് ഇവിടെ വലുതായിട്ട് ഒരു FEG കാണാൻ പറ്റും. ഈ ഒരു ഇവിടുത്തെ നോർമൽ കേസിൽ ഇവിടെ നമുക്ക് സംഭവിക്കേണ്ടത് മാർക്കറ്റ് ഈ ഒരു FEG-ന്റെ ഉള്ളിലോട്ട് വന്ന് ടാപ്പ് ചെയ്തു. ഹൈ ടൈം ഫ്രെയിമിന്റെ, ഞാൻ എപ്പോഴും പറയുന്നത് ഹൈ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ ഒന്നല്ല നമ്മൾ നോക്കണേ, നമ്മൾ ആ ഒരു FEG-ൽ ഉണ്ടായിക്കഴിഞ്ഞാൽ FEG സാധാരണ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുക, ആ ഒരു കേസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പം ഇവിടെ നോർമലി സംഭവിക്കേണ്ടത് മാർക്കറ്റ് ഈ ഒരു FEG-ന്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഒരു നോർമൽ FEG-ന്റെ കേസിൽ വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ആ ഒരു FEG റെസ്പെക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് മേലോട്ട് പോയി, അഗെയിൻ വന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. അതായത് ഈ ഒരു FEG റെസ്പെക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് മേലോട്ട് പുഷ് ചെയ്തു. അപ്പൊ ഈ ഒരു FEG എന്തായി മാറി? ഇൻവേഴ്സ് FEG, IFEG ആയി മാറി. IFEG, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ക്യാപ് ആയി മാറി. ആൻഡ് ദെൻ അഗെയിൻ മാർക്കറ്റ് ഈ ഒരു FEG-ന്റെ ഉള്ളിലോട്ട് വന്ന് ടാപ്പ് ചെയ്തു, നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രീവിയസ് ലോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചു, 1:2 നമ്മൾ ടാർഗറ്റും വെച്ചു. നമുക്ക് ടാർഗറ്റ് 1:2 വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി 1:2 അല്ലെങ്കിൽ നമുക്ക് ആ ലിക്വിഡിറ്റി ആ ഒരു മോഡലിൽ നമുക്ക് ടാർഗറ്റും വെക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റിയും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ആ ലിക്വിഡിറ്റി വരുന്നത് ഓൾമോസ്റ്റ് നമുക്ക് 1:2ന്റെ അടുത്താണ്. നമുക്ക് ആ ഒരു 1:2ന്റെ എബോവ് ആണ്, 1:2.2 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ടാർഗറ്റ്സ് നമുക്ക് വെച്ചിട്ട് മാർക്കറ്റിൽ കൂടുതലായിട്ട് മാർക്കറ്റിന്റെ ഡയറക്ഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ സിനാരിയോസ് നമുക്ക് കാണാൻ പറ്റും. അതായത് മാർക്കറ്റിൽ ഇതേപോലത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ വേറൊരു അഗൈൻ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നോക്കിയേ, മാർക്കറ്റ് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തു, ഒരു ബിയറിഷ് FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു FEG മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി. ഈ ഒരു FEG-നെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു FEG-നെ റെസ്പെക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് ഡൗണിലോട്ട് വന്ന് അഗൈൻ ഈ ഒരു FEG-ന്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് അഗൈൻ തിരിച്ച് മേലോട്ട് പുഷ് ചെയ്തു. ഞാൻ ഈ ഒരു റീസൺ പറഞ്ഞില്ലേ, അതായത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇത് 1 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഇത്രത്തോളം മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ലോ ടൈം ഫ്രെയിം നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു വലിയ മൂവ്മെന്റ് തന്നെയാണ്.
നമുക്ക് അഗൈൻ ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ്സിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് എക്സിറ്റും ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ മാർക്കറ്റിന്റെ ഹൈ ടൈം ഫ്രെയിം നമുക്ക് ഈ ഒരു 1 hour ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 hour ടൈം ഫ്രെയിമിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. 1 hour ടൈം ഫ്രെയിമിൽ ഡയറക്ഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മാർക്കറ്റിൽ? 1 hour ടൈം ഫ്രെയിമിൽ ഡയറക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി മോഡലിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ബയാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് മാനിപ്പുലേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് എടുക്കുക. അതായത് നമുക്കൊരു ഇൻവേഴ്സ് എഫ്ഇജിയും എഫ്ഇജി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.